Good morning everyone. So in the cities and vocabularies ആണ് നോക്കുന്നത്. First one, inner city. So the part near the center of a large city. ഇന്നർ സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചും കൂടെ എപ്പോഴും അധികം സോഷ്യൽ പ്രോബ്ലംസ് കാണും. സോ അതായത് ഈ ക്രൈംസ് ഒക്കെ റേറ്റ് കൂടുതലായിരിക്കും ഇന്നർ സിറ്റിയിൽ. ഓക്കെ, ആൻഡ് ഇന്നർ സിറ്റി ഏരിയ ഓർ ആൻഡ് ഇന്നർ സിറ്റി സ്കൂൾ. നൗ ഔട്ട്ലൈൻ. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഫാർ എവേ ഫ്രം ദ സിറ്റീസ് ഓഫ് എ കൺട്രി ഓർ ഫ്രം ദ മെയിൻ പാർട്ട്. ഔട്ട്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരെ കിടക്കുന്നതിനാണ് പറയുന്നത് ഔട്ട്ലൈൻ. മറ്റേത് എന്തായിരുന്നു? ഇന്നർ സിറ്റീസ്. ഓക്കെ, സോ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇൻ സ്പെയിൻ ഡിപ്രൈവ്ഡ് ഏരിയസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഔട്ട്ലൈയിങ് പാർട്സ് ഓഫ് സിറ്റീസ്. സോ നമുക്ക് പറയാം ഔട്ട്ലൈയിങ് പാർട്സ് ഓഫ് സിറ്റീസ്. ഇന്നർ സിറ്റി, ഔട്ട്ലൈയിങ് പാർട്സ് ഓഫ് സിറ്റീസ്. നൗ ജെൻട്രിഫൈ. ജെൻട്രിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏരിയ ടോട്ടലായിട്ട് ചേഞ്ച് ആവുന്നതിനാണ് പറയുന്നത്. ടു ചേഞ്ച് ആൻ ഏരിയ എ പേഴ്സൺ സോ ദാറ്റ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ ഓർ ക്യാൻ മിക്സ് വിത്ത് പീപ്പിൾ ഓഫ് എ ഹയർ സോഷ്യൽ ക്ലാസ് ദാൻ ബിഫോർ. അതായത് ഇത്രയേ ഉള്ളൂ. ജെൻട്രിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അതിൻ്റെ ഒരു നൗൺ എന്ന് പറയുമ്പോൾ ജെൻട്രിഫിക്കേഷൻ ആണ്. ദ പ്രോസസ് ബൈ വിച്ച് വെൽത്തിയോ പീപ്പിൾ മൂവ് ഇൻ ടു or renovate and restore housing and sometimes business in inner cities or other deteriorated area formerly home to poor people. അതായത് മുൻപ് പാവപ്പെട്ടവർക്ക് ഇപ്പം നമ്മുടെ ധാരാവിയൊക്കെ അതങ്ങ് മാറ്റി കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ സിറ്റിയാണ് അല്ലെങ്കിൽ ഇന്നർ സിറ്റിയാണ്. സോ ആ ഏരിയനെ അവിടുന്ന് ഒരു വെൽത്തിയർ പീപ്പിൾ അടിച്ചു മാറ്റി അവരുടേതായ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ആക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ബെനിഫിറ്റ് ഉള്ളത്. റിയൽ എസ്റ്റേറ്റ് പ്രകാരം ആ ഒരു അത്ര ഏരിയ ഒന്ന് മോഡിഫൈ ചെയ്ത് നല്ല ഹൈ സ്കൈ സ്ക്രാപ്പേഴ്സൊക്കെ പണിയുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആ ഒരു കൺസെപ്റ്റിനെയാണ് പറയുന്നത് ഗ്രാറ്റിഫിക്കേഷൻസ്. ഓക്കെ, അതിൻ്റെ ഒരു ഇതാണ് ഗ്രാറ്റിഫൈ തന്നെ. ഓക്കെ, സോ ഓൾ വർക്കിംഗ് ക്ലാസ് ഏരിയാസ് ഓഫ് ദ സിറ്റി ആർ ബീങ് ജെൻട്രിഫൈഡ്. സോ ഓൾഡ് വർക്കിംഗ് ക്ലാസ് ഏരിയ, പണ്ടത്തെ ആ ഒത്തിരി ഓൾഡ് ബിൽഡിങ്സ് ഉള്ള ഏരിയ എപ്പോഴും ജെൻട്രിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഓൾസോ ചേഞ്ചസ് വെൻ ജെൻട്രിഫിക്കേഷൻ ഒക്കേഴ്സ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതാണ് പറയുന്നത് ജെൻട്രിഫിക്കേഷൻ. ഇത് BBC-ൽ വന്നൊരു ന്യൂസാണ്. ന്യൂ അപ്രോച്ചസ് ടു ജെൻട്രിഫിക്കേഷൻ. എങ്ങനെയൊക്കെ ന്യൂ അപ്രോച്ചസ് ടു ജെൻട്രിഫിക്കേഷൻ. സോ ദ റെൻറ്റ് ഈസ് ടു ഡാം ഹൈ. ഓക്കെ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ റെൻ്റ് എല്ലാം കൂടുന്ന ഒരു അവസ്ഥയാണ്. ക്യാൻ ജെൻട്രിഫൈഡ് അർബൻ ഏരിയാസ് റീറ്റെയിൻ ദെയർ ഡൈവേഴ്സിറ്റി ആൻഡ് വൈബ്രൻസി. ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ജെൻട്രിഫൈഡ് അർബൻ ഏരിയാസ്. ഓക്കെ, ഓർ ഈസ് ദർ എ ഡേഞ്ചർ ദാറ്റ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ജെൻട്രിഫിക്കേഷൻ നൗ these places become the preserve of the very wealthy. So wealthy personsന്റെ കയ്യിലേക്ക് വരുമോ? losing much of their original character. So gentrification പ്രത്യേകത എന്താ? loss of much original character in the process. സോ അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു പോയി കഴിഞ്ഞാൽ ആ പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു വില്ലേജ്, ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി ഒരു സിറ്റീസ് പോലെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു വില്ലേജ് ഏരിയ, അത്ര ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഏരിയയിൽ നിറയെ ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റ്സും വരികയാണെങ്കിൽ അതിന് ജെൻട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ജെൻട്രിഫൈ എന്ന് പറയുന്നത്. സോ ഒത്തിരി ഏരിയ ജെൻട്രിഫൈ ആയിട്ടുണ്ട്. സോ ജെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ ഫോഴ്സ് ആൻഡ് ഇറ്റ് ഓഫൺ ഡസ് എ ലോട്ട് ഓഫ് ഗുഡ്. ഒത്തിരി നല്ലതാണ്. ആൻഡ് ഏരിയ ദാറ്റ് ഈസ് റൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഡൗൺ അല്ലെങ്കിൽ dilapidated. ഓക്കെ, ഈ ഒരു വേർഡ് എന്ന് പറയുമ്പോൾ ഡിലാപ്പിഡേറ്റഡ് എന്നാണ്. സോ അതുപോലെ തന്നെയാണ് അതിന് തന്നെ വേറെ ഒത്തിരി വൊക്കാബുലറി സിനോണിംസ് എപ്പോഴും ആവശ്യമാണ്. ഡിലാപ്പിഡേറ്റഡ്, റൺ ഡൗൺ, ബ്രോക്കൺ ഡൗൺ, ഷാബി. ഓക്കെ, സോ ഇതെന്ന് പറയുമ്പം ഡിലാപ്പിഡേറ്റഡ്. ഓക്കെ, ഈ ഡിലാപ്പിഡേറ്റഡ് ആയ പ്രോപ്പർട്ടീസിനെയൊക്കെ മാറ്റുന്നത് ഓപ്പൺ ന്യൂ ഷോപ്സ്, സെറ്റ് അപ്പ് ന്യൂ ബിസിനസ്സസ്, പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പോസിബിലിറ്റി ഫോർ ദ പീപ്പിൾ ഹു ലീവ് ദ.
ഓക്കെ, അതിനെയാണ് ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ സ്ക്വാറ്റിംഗ്, അതായത് പണ്ട് ഓക്യുപ്പൈങ് ആൻഡ് അബാൻഡൻഡ് ഓർ അൺഓക്യുപ്പൈഡ് ഏരിയ ഓഫ് എ ലാൻഡ്, അതായത് നമ്മുടെ കൈവശാക്കുന്നില്ലേ, ഓക്കെ, അതിനെയാണ് സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സ്വന്തമല്ലാത്തൊരു പ്രോപ്പർട്ടീനെ കൈവശമാക്കുന്നതിനാണ് ഈ സ്ക്വാറ്റിംഗ് അല്ലെങ്കിൽ സ്ക്വാറ്റർ എന്ന് പറയുന്നത്. സോ അത് ഓക്കെ, ഇതാണ് dilapidated. സോ ഇതാണ് ഡിലാപ്പിഡേറ്റഡിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഉപയോഗശൂന്യമായത് ഡിലാപ്പിഡേറ്റഡ്. സോ അതിനെ നമുക്ക് പറയാം റൺ ഡൗൺ എന്നും പറയാം, ബ്രോക്കൺ ഡൗൺ. ഓക്കെ, ഇനി ഇതാണ് സ്ക്വാറ്റിംഗ്. സോ നേരത്തെ പറഞ്ഞ സ്ക്വാറ്റിംഗ്. The urban farmers battling Bangalore's സ്ക്വാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് അനാവശ്യമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പ്രോപ്പർട്ടി ഒരു ഹൗസ് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ റെൻ്റൽ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിയാലേ ഉള്ളൂ കാര്യം. അതാണ് ആ സ്ക്വാറ്റിംഗ്. അങ്ങനെ തട്ടിയെടുത്തതിനാണ് സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്വാറ്റിംഗ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. സോ ദ ഹാർഡ് മെൻ, ഇതാണ് ന്യൂസ്, ദ ഹാർഡ് മെൻ റിമൂവിങ് സ്ക്വാറ്റേഴ്സ് ഇൻ സ്പെയിൻ. സ്ക്വാറ്റിംഗ് അല്ലെങ്കിൽ സ്ക്വാറ്റേഴ്സ്. Squatting has a long history in Spain, often fueled by high rates of homelessness. Okay, but there is now a darker phenomenon too. Squatters who demand a ransom എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ എനിക്ക് പൈസയും കൂടെ തരണം എന്ന് പറയില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് റാൻസം എന്ന് പറയുന്നത്. അതായത് ആ തുകയും കൂടെ ഒരു പേയ്മെൻറ്റും കൂടെ തന്നാലേ ഞങ്ങൾ ഇറങ്ങിപ്പോളും. സോ അതിനെയാണ് റാൻസം എന്ന് പറയുന്നത്. And this has led to rise of private eviction company. Eviction company എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്താക്കുന്നില്ലേ, അതായത് ഗുണ്ടകളെ പോലെ വരുമല്ലോ, അതായത് ഗുണ്ടകളെ പോലെ കൈമിടുക്കുള്ളവർ വന്നിട്ട് പുറത്താക്കുന്നതിൻ്റെ പരിപാടിയാണ്. അങ്ങനത്തെ പ്രൈവറ്റ് എവിക്ഷൻ കമ്പനീസ് എല്ലാം ഉണ്ട്. Some of which use threats to achieve their goal. So private eviction companies എന്തായാലും തീർച്ചയായിട്ടും ത്രെഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ആവശ്യമുള്ളതേ എടുക്കുന്നുള്ളൂ. സോ ഇതൊരു എക്സാമ്പിളാണ് പ്രോപ്പർട്ടി ലോയർ. The legal system isn't working, so owners are paying squatters to get out immediately. So owners themselves are paying squatters to get out immediately. So legal system working അല്ല. ഇത് സ്പെയിനിലെ ന്യൂസാണ്. ഓക്കെ, okay, squatter does not own. Okay, example മനസ്സിലായെന്ന് വിചാരിക്കും. Now condemn, to say officially that something is not safe enough to be used. ഒഫീഷ്യലായിട്ട് പറയുന്നതിൻ്റെ ഒരു ഇതാണ് ഇത്, സേഫ് അല്ല ഈ ഒരു ഏരിയ യൂസ് ചെയ്യുന്നതിന്. The pool has been condemned as health hazard. Condemned building, not safe for use, അതിനെയാണ് condemned building എന്ന് പറയുന്നത്. ഓക്കെ, നൗ curb something. curb something എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്ഐസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ്. റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, റെഡ്യൂസ്, ലിമിറ്റ്, കൺട്രോൾ എന്തെങ്കിലും എസ്പെഷ്യലി ബാഡ്. curb pollution. ഓക്കെ, a range of policies have been introduced aimed at curbing inflation. So a range of policies have been introduced aimed at curbing inflation. Okay, now concrete jungle. So അതായത് ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ പറയുന്ന ഇതാണ് വിച്ച് ഈസ് അൺപ്ലസൻറ്റ്. ഓക്കെ, എസ്ഐസിൽ പറ്റിയ നല്ലൊരു വൊക്കാബുലറിയാണ് കോൺക്രീറ്റ് ജംഗിൾ. സിറ്റീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. A 3-room flat in the concrete jungle of Moscow. So ഇതാണ് ഒരു ന്യൂസ്.
The urban farmers battling Bangalore's concrete jungle. Okay. How do you farm surrounded by concrete and million of people? സോ ഇതിനകത്ത് മെയിനായിട്ട് ഫാമേഴ്സിൻ്റെ ബുദ്ധിമുട്ടാണ്, അതായത് കോൺക്രീറ്റ് സിറ്റീസിൽ എങ്ങനെ അവർക്ക് ഫാം ചെയ്യാം. ഓക്കെ, സോ അർബൻ വില്ലേജ് ബീങ് സ്വോളോഡ് ബൈ ദ സിറ്റി. സോ ഇപ്പോൾ എപ്പോഴും അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്സ് ആണ് ഉള്ളത്. The city's concrete covered area അല്ലെങ്കിൽ concrete covered area has expanded by, okay, what is the reason? Embraces its tech boom കാരണമാണ് ഇത് സംഭവിച്ചത്, കോൺക്രീറ്റ് ജംഗിൾസിൻ്റെ ഇൻക്രീസ് ഉണ്ടാവാനുള്ള കാര്യം. Now congestion with something. Many of Europe's airports are heavily congested. Now build up. Covered in buildings, roads, അതിനെയാണ് build up എന്ന് പറയുന്നത്. Area which is covered in buildings and roads. Although the center of Funchal is very built up, there is still a lot of green land around the city. Although is a very built up, പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ധാരാളം ബിൽഡിങ്സും റോഡ്സ് എല്ലാം ഉണ്ടെങ്കിലും സ്റ്റിൽ എ ലോട്ട് ഓഫ് ഗ്രീൻ ലാൻഡ് അറൗണ്ട് ദ സിറ്റി. നൗ ടവറിങ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവാണ്. എക്സ്ട്രീംലി ടോൾ ഹൈ ബിൽഡിങ്ങിന്, സോ ഇംപ്രസീവായ ബുർജ് ഖലീഫ. ഓക്കെ, ടവറിങ് സ്കൈ സ്ക്രാപ്പേഴ്സ്, ആ ബിൽഡിങ്ങിനെയാണ് പറയുന്നത് സ്കൈ സ്ക്രാപ്പേഴ്സ്. Be surrounded by towering skyscrapers. Harry looked up at the towering buildings. So towering skyscrapers. Now high rise, അതായത് ടോൾ ബിൽഡിങ്സിന് പറയുന്ന പേരാണ് ഹൈ റൈസ്. ഓക്കെ, സ്കൈ സ്ക്രാപ്പർ എന്ന് പറയുന്നതും ഹൈ റൈസ് തന്നെയാണ്. ഹൈ റൈസ് ബ്ലോക്ക് of flats. Okay, low rise ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്യൂ ഫ്ലോർസേ ഉള്ളൂ. ലോ റൈസ് ഹൗസിംഗ്, ഹൈ റൈസ്, ലോ റൈസ്. നൗ ടവർ ബ്ലോക്ക്. ഇവിടെ എന്ന് പറയുമ്പോൾ ടവർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ഫ്ലാറ്റ്സും അപ്പാർട്ട്മെൻറ്റ്സും ഓഫീസസും കൂടെ എല്ലാം കൂടെ ഉള്ളതാണ് ടവർ ബ്ലോക്ക്. നൗ കംസ് അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക്. എ ലാർജ് ബിൽഡിംഗ് വിത്ത് flats or apartments on each floor. So ഇത് തന്നെയാണ് ടവർ ബ്ലോക്ക്, അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക്, ലോ റൈസ്, ഹൈ റൈസ്, സ്കൈ സ്ക്രാപ്പേഴ്സ്, ടവറിങ്, സ്കൈ ലൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സബ് അപ്പ്. സോ ഏരിയ വേർ ദ പീപ്പിൾ ലീവ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സെൻറ്റർ ഓഫ് എ സിറ്റി. സിറ്റിയുടെ സെൻറ്റർ ഭാഗം അല്ല, സോ അതിനാണ് സബ് അബ്. ഓക്കെ, നൗ കമ്മ്യൂട്ടർ ടൗൺ, അതിന് പറയുന്ന വേറെ പേരാണ് ഡോർമിറ്ററി ടൗൺ, ഡോർമിറ്ററി സബ് അബ്. കമ്മ്യൂട്ടർ ടൗൺ, ഡോർമിറ്ററി സബ് അബ്. അതായത് ജോലി സിറ്റിയിലാണെങ്കിലും താമസം വേറൊരു സ്ഥലത്താണ്, അവിടുന്ന് കമ്മ്യൂട്ട് ചെയ്യും, എന്നും ട്രാവൽ ചെയ്യും. എ ടൗൺ ദാറ്റ് പീപ്പിൾ ലീവ് ഇൻ and from where they travel to work in a bigger town or city. Okay, അതിൻ്റെ പേരാണ് പറയുന്നതാണ് കമ്മ്യൂട്ടർ ടൗൺ, ഡോർമിറ്ററി ടൗൺ. സോ എക്സാമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ recently people have moved from the city centers to suburbs or dormitory towns. Next, commuter belt. കമ്മ്യൂട്ടർ എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നവരെയാണ് കമ്മ്യൂട്ടർ എന്നും. നെക്സ്റ്റ് കമ്മ്യൂട്ട്, ട്രാവൽ. ഓക്കെ, ഒരു ട്രാവൽ എസ്സേയിൽ ട്രാവൽ എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് കമ്മ്യൂട്ടർ, കമ്മ്യൂട്ടേഷൻ ഈ രീതിയിൽ എഴുതുന്നതായിരിക്കും, കുറച്ച് വൊക്കാബുലറീസിന് വേണ്ടിയിട്ട്. നൗ ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് എ ടൗൺ. ഇത് ടൗൺസിൻ്റെയും സിറ്റീസിൻ്റെയും പാർട്ടാണെങ്കിൽ പോലും ഒത്തിരി ദൂരെയാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഔട്ട്സ്കേർട്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഔട്ട് ലൈയിങ് എന്നൊരു വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്.
സോ അത് തന്നെയാണ് ഔട്ട്സ്കേർട്സ് ഔട്ട്ലൈങ്. സോ എക്സാമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ദേ ലീവ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് മിലാൻ. നെക്സ്റ്റ് എ സാറ്റലൈറ്റ് ടൗൺ ഓഫ് സാറ്റലൈറ്റ് സിറ്റി. സോ ഇതെന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ ഏരിയസിൽ നിന്ന് കുറച്ചും കൂടെ ദൂരെയാണ്. ഓക്കെ, സംവാട്ട് നിയർ ടു ബട്ട് ആർ മോസ്റ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. അടുത്താണെന്ന് വെച്ചാലും അത്ര അടുത്തല്ല. ബട്ട് ആർ മോസ്റ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലാർജർ മെട്രോപൊളിറ്റൻ. അത് മെട്രോപൊളിറ്റൻ ഏരിയാസ്, ലാർജ് സിറ്റീസിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, സാറ്റലൈറ്റ് സിറ്റി അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടൗൺ, അർബൻ സിറ്റി. സോ അർബൻ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അർബൻ റിന്യൂവൽ ഓർ അർബൻ റീജനറേഷൻ, വിച്ച് മീൻസ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ ബിൽഡിങ്സ് in the poorer parts of a town or city. Urban renewal അല്ലെങ്കിൽ regeneration. Now urban sprawl എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡ് വേർഡ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. ദ സ്പ്രെഡ് ഓഫ് സിറ്റി ബിൽഡിങ്സ്, അതായത് സിറ്റിയിലെ ബിൽഡിങ്സ് കൺട്രി സൈഡിലേക്ക്, വില്ലേജ് ഏരിയയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഓക്കെ, അർബൻ സ്പ്രോൾ. അതുപോലെ തന്നെ സിറ്റീസുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് കോപ്പ് വിത്ത് സ്ട്രെസ്. ഓക്കെ, അറിയില്ലെങ്കിൽ വായിച്ചിട്ട് പോകാം. ഗ്രീൻ സ്പേസ്, അർബൻ ഓപ്പൺ സ്പേസിനെയാണ് പറയുന്നത്. റൂറൽ അല്ല. ഗ്രീൻ സ്പേസ് എന്ന് വെച്ചാൽ സിറ്റിയിൽ തന്നെ കാണുന്ന ഓപ്പൺ സ്പേസിനെയാണ് പറയുന്നത് ഗ്രീൻ സ്പേസ് എന്ന് പറയുന്നത്. അതർവൈസ് അർബൻ എൻവിറോൺമെൻറ്റ്, ബൈപ്പാസ്, റിംഗ് റോഡ്. ഓക്കെ, അലൂറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ്. ദ ടൗൺ ഓഫേഴ്സ് അലൂറിംഗ് ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. അലൂറിംഗ്, അലൂർ. ഓക്കെ, ദ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ അലൂർ ഓഫ് ദ ബിഗ് സിറ്റി. അട്രാക്റ്റീവ്, എക്സൈറ്റിംഗ് തന്നെയാണ് അലൂറിംഗ്, അലൂർ. നൗ സിറ്റീസിനെ കുറിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജക്റ്റീവ്സ്: അലൂറിംഗ്, അലൂർ, ബ്രൈറ്റ് ലൈറ്റ്സ്. അതായത് എക്സൈറ്റ്മെൻറ്റ് ഓഫ് സിറ്റി ലൈഫിനെയാണ് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ്സ്. He has always had a taste for the bright lights. He always had the taste for the bright lights. ഓക്കെ, ബ്രൈറ്റ് ലൈറ്റ്. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ടോർച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സിറ്റി ലൈഫ്. വൈബ്രൻറ്റ്, സോ ഇത് മിസ്സെല്ലേനിയസ് ആണ്. ഓക്കെ, ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. സിറ്റീസിൻ്റെ കുറേ വൊക്കാബുലറീസ് ഉണ്ട്. ഇതൊരു സ്പ്ലിറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലും കൂടെ ബാക്കി ഒരു കണ്ടിന്യൂഷൻ ചെയ്യാം, അല്ലെങ്കിൽ അത് ഭയങ്കര ലെങ്തി ആയിപ്പോവും. Thank you.